ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നോക്കിയാലോ? ഏറ്റവും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയാം നീർദോശയാണെന്ന്. കറികൾ എന്തായാലും നീർദോശയുടെ കൂടെ കിടിലനായിരിക്കും. ഞാനിവിടെ നല്ലൊരു സ്പൈസി എഗ് റോസ്റ്റ് ആണ് കോംബോ ആയിട്ട് എടുക്കുന്നത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം, 1/4 കപ്പ് തേങ്ങ, ഓരോ ടീസ്പൂൺ വീതം പഞ്ചസാരയും ഉപ്പും 1 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നീർദോശ ബാറ്റർ എപ്പോഴും നല്ല ലൂസായിരിക്കണം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കി എടുക്കാം. ഈ അരിപ്പൊടിക്ക് പകരം കുതിർത്ത പച്ചരിയും യൂസ് ചെയ്യാം കേട്ടോ. ബാറ്റർ ഒഴിക്കുമ്പോൾ ദോശത്തവ നല്ല ചൂട് വേണം, എന്നാലേ ഇതുപോലെ ഹോൾസ് ഒക്കെ വരുള്ളൂ. ദോശ വെന്ത് വരുമ്പോഴേക്കും എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ചൂടാറുമ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ, നീർദോശ റെഡിയാണ്. നീർദോശയുടെ അത്ര എളുപ്പത്തിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാലാടയുടെ റെസിപ്പിയാണേ. നല്ല സ്പൈസി ആയിട്ടുള്ള ഏതെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച 1 കപ്പ് ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരുകിയതും 1 കോഴിമുട്ടയും 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു അരിപ്പത്തവി വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കണം. ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി എക്സ്ട്രാ ചേർത്തിട്ട് ഏകദേശം നീർദോശ ബാറ്ററിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാവണേ. ഇനി ഒരു പാൻ ചൂടാക്കുമ്പോൾ ഒത്തിരി ചൂടാവരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണേ. ഇനി ഓരോ തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഒരു 20 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇതെന്താണിത്? ഈ സോപ്പ് പത പോലുള്ള സാധനം വെച്ച് എന്താ ചെയ്യാൻ പോണെന്നാണോ? പറഞ്ഞുതരാം. ഇതാണ് മലബാർ സ്പെഷ്യൽ നുരപ്പത്തിരി. പേര് പോലെ തന്നെ പത കൊണ്ട് അല്ലെങ്കിൽ നുര കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പത്തിരി. വായി വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. നല്ലൊരു സ്പൈസി കറിയുടെ കൂടെയോ അല്ലെങ്കിൽ അല്പം തേങ്ങാപ്പീരയും മധുരമൊക്കെ ചേർത്ത് കഴിക്കാനും അടിപൊളിയാണ്. എൻ്റെ വീട്ടിലൊന്നും ഇതുപോലെ ഒരു പത്തിരി ഉണ്ടെന്ന് അറിയത്ത് പോലും ഇല്ല കേട്ടോ. എന്തായാലും സംഭവം കിടുവാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മണിക്കൂർ കുതിർത്ത് വെച്ച ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. കൂടെ 2 മുട്ട, 1/4 കപ്പ് തേങ്ങാപ്പാൽ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് എക്സ്ട്രാ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ആ നുര ഓരോ തവി വീതം കോരി കോരി എടുത്തിട്ട് വേണം പത്തിരി ചുടാൻ. നല്ല പൂ പോലത്തെ മലബാർ സ്പെഷ്യൽ മുട്ടപ്പത്തിരി 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലോ. ഇതിൽ കുറച്ച് പഞ്ചസാരയും നല്ല കട്ടി തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ബാറ്റർ റെഡിയാക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതിനായിട്ട് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ 2 മുട്ട, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഇതുപോലെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് എടുക്കണം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. മൺചട്ടിയിൽ എണ്ണയൊന്നും തടവാതെ വേണം ചുട്ടെടുക്കാൻ. ബാറ്റർ ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂട് വേണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഹോൾസ് ഒക്കെ ഒന്ന് വന്നു തുടങ്ങുമ്പോൾ ഒരു 15 സെക്കൻഡ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി.